നമ്മളെ പോർഷൻ ട്രാക്കറിനകത്ത് ഒരുപാട് സിമ്പിൾസ് ഉണ്ട്. നമ്മൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന പോലെ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, ബെൽ ബട്ടൺ അമർത്തും എന്നൊക്കെ പറയുന്ന പോലെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ആ ഓപ്ഷൻസ് എന്താണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ആ ഓപ്ഷൻസുകളുടെ ഉപകാരം എന്താണ്, ആ ഓപ്ഷൻ എപ്പോഴൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് കൂടി ടീച്ചേഴ്സ് നിർബന്ധമായും പഠിച്ചിരിക്കണം. നമ്മൾ ബെനിഫിഷ്യറി ലിസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ഹെഡിൽ കാണുന്ന 3 സിമ്പിളുകൾ ശ്രദ്ധിക്കുക. ഇതിൽ ആദ്യം കാണുന്ന സിമ്പിൾ ഒരു മേഘാവൃത്തത്തിലുള്ള കാണാൻ സാധിക്കും. അതിന് പറയുന്ന പേരാണ് ക്ലൗഡ്. നടുക്ക് കാണുന്നത് റീഫ്രഷ്, അവസാനം കാണുന്നത് ബെല്ലൈക്കൺ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷനാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യം നമ്മൾ ക്ലൗഡ് എന്താണെന്നുള്ളതാണ് പരിചയപ്പെടാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മളെ പോർഷൻ ട്രാക്കർ എന്ന് പറയുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ്. ഈ മൊബൈൽ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നത് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടിയാണ്. ഇൻ്റർനെറ്റും ലൊക്കേഷനും ഓൺ ചെയ്തുകൊണ്ടാണ് നമ്മൾ മുഴുവൻ പ്രവർത്തനങ്ങളും പോർഷൻ ട്രാക്കറിലേക്ക് രേഖപ്പെടുത്തുന്നത്. എന്നാൽ കുറേയധികം നമ്മളെ ടീച്ചേഴ്സിന്, ഹിൽ ഏരിയയിലുള്ള ടീച്ചേഴ്സിനോ അല്ലെങ്കിൽ താഴെ ഭാഗത്ത് റേഞ്ചില്ലാത്ത ഭാഗത്ത് വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിനോ ഈ പോർഷൻ ട്രാക്കറിലെ ഡാറ്റകൾ കൃത്യമായി രേഖപ്പെടുത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളെ തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ക്ലൗഡ് എന്ന് പറയുന്ന ഈ ഒരു ഫീച്ചർ കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് നമ്മളെ ഫോണിനകത്ത് ഈ ഡെയിലി ട്രാക്കിംഗ് എന്ന് പറയുന്ന ഈ ഒരു പേജിലെ മുഴുവൻ പ്രവർത്തനങ്ങളും നമുക്കറിയാം. അംഗൻവാടി തുറന്നു, കുട്ടികളുടെ അറ്റൻഡൻസ് മാർക്ക് ചെയ്തു, കുട്ടികളുടെ ഫോട്ടോ എടുത്തു, മോർണിംഗ് സ്നാക്ക് കൊടുത്ത്, HCM കൊടുത്ത്, പ്രീ സ്കൂൾ ആക്ടിവിറ്റി നമ്മൾ എൻ്റർ ചെയ്ത ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇൻ്റർനെറ്റിൻ്റെ സഹായമില്ലാതെ 3 ദിവസം വരെ ടീച്ചർക്ക് സബ്മിറ്റ് കൊടുക്കാൻ സാധിക്കും. എന്നാൽ 3 ദിവസത്തിനകം തന്നെ ഇൻ്റർനെറ്റ് പുനഃസ്ഥാപിച്ച് ഈ എൻ്റർ ചെയ്ത മുഴുവൻ ഡാറ്റകളും നമ്മളുടെ സെർവറിലേക്ക് സിങ്ക്രണൈസ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ഇൻ്റർനെറ്റ് പുനഃസ്ഥാപിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഈ 3 ദിവസത്തെ ഡാറ്റയും ബാക്കപ്പ് നഷ്ടമാവും. അതുകൊണ്ട് തന്നെ 3 ദിവസം നമ്മൾ അത്തരം രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിലും അത് നമ്മൾക്ക് സെർവറിലേക്ക് സെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് നോക്കാം, ഈ പ്രവർത്തനങ്ങൾ ഡെയിലി ട്രാക്കിങ്ങിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളും ടീച്ചർ ചെയ്തിട്ട് അത് പോയോ ഇല്ലയോ എന്നുള്ളത് ടീച്ചർക്ക് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമ്മളെ മോർന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്നും അംഗൻവാടി തുറക്കുന്ന സമയത്ത് ദൈനംദിന പ്രവർത്തനങ്ങളിലൊന്നാണ് AWC സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഈ AWC സ്റ്റാറ്റസ് ടീച്ചേഴ്സ് ഡെയിലി ചെയ്യേണ്ട കാര്യമാണ്. ആഡ് ന്യൂ ചെക്ക് ലിസ്റ്റ് എന്ന് കൊടുത്തുകൊണ്ട് അംഗൻവാടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും ചെയ്ത് ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോയി സബ്മിറ്റ് കൊടുത്തു. എന്നാൽ ഈ സബ്മിറ്റ് ആയത് സിങ്ക്രണൈസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് കൂടെ ചെക്ക് ചെയ്യണം. അതിന് ടീച്ചർ ഡെയിലി ട്രാക്കിംഗ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഈ ക്ലൗഡ് എന്ന് കാണുന്ന അവിടെ ശ്രദ്ധിക്കാം. അവിടെ 1 എന്നുള്ള ഒരു റെഡ് കളറിൽ മാർക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. അതിനർത്ഥം നമ്മൾ ചെയ്ത ഏതോ ഒരു ആക്ടിവിറ്റി, ഒന്നില്ലെങ്കിൽ ഡെയിലി ട്രാക്കിംഗ് ആകാം, അല്ലെങ്കിൽ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ AWC സ്റ്റാറ്റസ് ചെയ്തു, അതാവാം. ഏതെങ്കിലും ഒന്ന് പെൻഡിങ് ആയി നിൽക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾക്ക് ശ്രദ്ധയിൽപ്പെടുത്താനും അതിനെ ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഫീച്ചർ. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആക്ടിവിറ്റി ലിസ്റ്റ് വരും. അതിൽ നോക്കുക, പെൻഡിങ് ടു സേവ് 1 ആക്ടിവിറ്റീസ് എന്ന് കാണിക്കുന്നുണ്ട്. അതായത് ടീച്ചർ ചെയ്ത ഏതോ ഒരു ആക്ടിവിറ്റിയിൽ ഒരെണ്ണം പെൻഡിങ് ആണ്. അത് ഏതോ ഒരു ആക്ടിവിറ്റി തന്നെ താഴത്ത് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. AWC സ്റ്റാറ്റസ്. നമ്മൾ മോർ ഓപ്ഷനിൽ പോയി അന്നന്നാൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് AWC സ്റ്റാറ്റസ്. അതിൽ ടീച്ചറുടെ സ്റ്റാറ്റസൊക്കെ എൻ്റർ ചെയ്തു, പക്ഷേ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സെർവറിലേക്ക് ട്രാൻസ്ഫറായി പോയിട്ടില്ല. അത് പോകുന്നതിന് വേണ്ടി ടീച്ചർ ഇവിടെ സ്റ്റാർട്ട് എന്നുള്ള ബട്ടൺ കാണും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ മൂവ് ആവുന്നത് കാണാം. ഇത് ചെയ്യുന്നതിന് മുന്നേ ടീച്ചർ ഇൻ്റർനെറ്റ് സംവിധാനം ഓണായിരിക്കണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെ ഓണായിരിക്കണം. സ്റ്റാർട്ട് ബട്ടൺ കൊടുക്കുക. ഇനി അടുത്ത് നമ്മൾ ഈ റീഫ്രഷ് ബട്ടണാണ്. ഈ റീഫ്രഷ് ബട്ടൺ കൊടുക്കുന്നത് നമ്മൾ ഈ അറ്റൻഡൻസ് മാർക്ക് ചെയ്ത് THR മാർക്ക് ചെയ്തതൊക്കെ നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നില്ല, എൻട്രി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ റീഫ്രഷ് കൊടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും നമ്മൾക്ക് ഒന്നുകൂടെ ഈ പേജ് ഒന്ന് റീഫ്രഷ് ആയിട്ട് വരും. അത് എന്തെങ്കിലും ഡാറ്റ ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് റീഫ്രഷ് ബട്ടൺ കൊടുക്കുന്നത്. ഇനി നമ്മളിതിലൊന്ന് പഠിക്കാനുള്ളത് ബെനിഫിഷ്യറി ലിസ്റ്റിലാണ്. ഈ ബെനിഫിഷ്യറി ലിസ്റ്റിൽ ഇതുപോലെയുള്ള സിമ്പിൾസ് കാണാം. അതിൽ നിങ്ങൾ ഈ പറയുന്ന ആക്ഷൻ സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ അവിടെ ക്ലൗഡ് ഫീച്ചർ കാണും. സാധാരണഗതിയിൽ ഈ ക്ലൗഡിൽ വരുന്ന കാര്യങ്ങൾ ഡെയിലി ട്രാക്കിങ്ങിലെ അംഗൻവാടി തുറക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് നിങ്ങൾക്ക് ഈ ലിസ്റ്റിൽ കാണാം. അതേപോലെ തന്നെ AWC സ്റ്റാറ്റസ്, അതും ഇത് പെൻഡിങ് ഉണ്ടെങ്കിൽ ഈ ലിസ്റ്റിൽ കാണാം. ഇനി എങ്ങനെയാണ്
ഈ ക്ലൗഡ് നമ്മളുടെ ഇൻസെൻറ്റീവിനെ ബാധിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, നമ്മളെ ഇൻസെൻറ്റീവ് അർഹതാ പട്ടികയിൽ പേര് വരുന്നതിന് ഏറ്റവും വലിയ മാനദണ്ഡം നമുക്ക് അച്ചീവ് ചെയ്യേണ്ടതുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഒരു മാസത്തിൽ 21 ദിവസമെങ്കിലും അംഗൻവാടി തുറന്നു എന്ന് കാണിക്കേണ്ടത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ അംഗൻവാടി തുറന്നു എന്ന് കാണിച്ച് ടീച്ചർ മുന്നോട്ട് പോയി കഴിഞ്ഞാലും ഇതുപോലെയുള്ള പെൻഡിങ് ലിസ്റ്റുകൾ സിങ്ക്രണൈസ് ചെയ്യാതെ ആക്ടിവിറ്റി ലിസ്റ്റിൽ വന്ന് കിടക്കും. അപ്പോൾ ഈ ആക്ടിവിറ്റി ലിസ്റ്റിൽ വന്ന് കിടക്കുന്നത് ഒന്നില്ലെങ്കിൽ ഇൻ്റർനെറ്റ് സംവിധാനം ഓൺ ചെയ്യാത്തത് കൊണ്ടോ ഇൻ്റർനെറ്റ് ഉണ്ടായിട്ടും റേഞ്ച് ഇല്ലാത്ത സാഹചര്യത്തിലോ ആണ് ഇത്തരത്തിൽ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ടീച്ചേഴ്സ് കൃത്യമായി ഓപ്പൺ എന്ന് കൊടുത്ത് ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാലും നിങ്ങൾ ആ ക്ലൗഡിൽ കാണുന്ന നമ്പർ ശ്രദ്ധിച്ച് അത് ക്ലിക്ക് ചെയ്ത് ഈ കാണുന്ന ആക്ടിവിറ്റി ലിസ്റ്റിൽ പെൻഡിങ് ഉള്ള കാര്യങ്ങൾ സെർവറിലേക്ക് സിങ്ക്രണൈസ് ചെയ്യുന്നതിന് വേണ്ടി സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ കാണാം AWC സ്റ്റാറ്റസ് എന്നുള്ള ഭാഗം സ്റ്റാർട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞ ഉടനെ അവിടെ നിന്നും മാഞ്ഞു പോകും. ഇങ്ങനെ ചെയ്താൽ മാത്രമാണ് ഡെയിലി അംഗൻവാടി തുറന്നു എന്നുള്ളത് നമ്മൾക്ക് ഉറപ്പുവരുത്താൻ കഴിയുള്ളൂ. ടീച്ചർക്ക് ഇപ്പോൾ മനസ്സിലായോ ക്ലൗഡ് ഒരു നിസ്സാരക്കാരനല്ല എന്ന്? താങ്ക് യു.